സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് ഒപ്പം ചേരുകയാണ്. മാഡം, മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ് എന്നിവ നേരിട്ട് കിഫ്ബിയിലേക്ക് പോകുന്നത് നിർത്തലാക്കി പകരം സർക്കാർ ഖജനാവിലേക്ക് അത് മാറ്റാനാണ് ഇപ്പോൾ സതീശൻ സർക്കാർ നീക്കം നടത്തുന്നത്. സർക്കാരിന് ലഭിക്കേണ്ട 4000 കോടിയോളം രൂപയാണ് ഓരോ വർഷവും ഇത്തരത്തിൽ നേരിട്ട് കിഫ്ബി കൈപ്പറ്റുന്നത് എന്നാണ് കണക്ക്. മോട്ടോർ വാഹന നികുതി ഇനത്തിൽ മാത്രം വർഷം 3300 കോടി രൂപ കിഫ്ബിക്ക് കിട്ടുന്നുണ്ട്. 1 ലിറ്റർ ഇന്ധനം അടിക്കുമ്പോൾ അതിലെ 1 രൂപ നിരക്കിൽ ഈടാക്കുന്ന സെസ്സും കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ് അതേ ദിവസം തന്നെ പോകുന്നത്. ഈ തുക ഖജനാവിലെത്തിയാൽ ധനപ്രതിസന്ധിക്ക് ഒരു പരിധിവരെ ആശ്വാസമാകില്ലേ? പ്രത്യേകിച്ച് പിണറായിയുടെ കൊള്ള സങ്കേതം എന്നാണല്ലോ ഈ കിഫ്ബിയെ പലരും വിമർശിച്ചിരുന്നത്. അപ്പോൾ പിണറായിയുടെ ഈ കൊള്ള സങ്കേതത്തിന് സതീശൻ സർക്കാർ പൂട്ടിടുന്ന ഈ നീക്കത്തെ മാഡം എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കിഫ്ബി എന്ന് പറയുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ഇത് ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം കണ്ടെത്തുന്നതിനുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന രീതിയിലാണ് ഗവൺമെൻറ് ഇതിനെ കൈകാര്യം ചെയ്തത്. ഈ ആശയം തന്നെ LDF ഗവൺമെൻറ് 1999 കൊണ്ടുവന്ന് അന്ന് അത് നിയമമാക്കുന്നു അസംബ്ലിയിലൂടെ. അങ്ങനെ നിയമമാക്കിയതിന് ശേഷം 2011 UDF ഗവൺമെൻറ് ഭരണത്തിൽ വന്നു. പക്ഷേ UDF ഗവൺമെൻറ് ഈ കിഫ്ബിയെ എടുത്തുപയോഗിക്കാൻ താല്പര്യം കാണിച്ചില്ല. കാരണം അത് അനാവശ്യ ഭാരം ഖജനാവിനു മേലും ഗവൺമെൻറ്റിനു മേലും കയറ്റി വയ്ക്കും എന്ന ഭയം കൊണ്ട് തന്നെ അവരത് വേണ്ട, അതിനെ മാറ്റിവെച്ചു. അതുമായിട്ട് യാതൊരു രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകാനോ അത് പ്രയോജനപ്പെടുത്താനോ ശ്രമിച്ചില്ല. അതുകൊണ്ട് തന്നെ 2011-12 മുതൽ 2015-16 വരെ ഭരിച്ച UDF ഗവൺമെൻറ് ധനപ്രതിസന്ധി കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ FRBM ആക്ട്, ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ സിറ്റുവേഷൻ, ധന സാഹചര്യം നിലനിർത്തി. എന്തൊക്കെയാണ് ആ ധന സാഹചര്യം എന്ന് പറയുന്നത്? റവന്യൂ ഡെഫിസിറ്റ് താഴ്ത്തി കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി, റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവരണം, അത് കുറച്ചു കൊണ്ടുവന്നുകൊണ്ടിരുന്നു. 0 ആക്കണം എന്ന് പറഞ്ഞിരുന്നു. അത് 2002 ഈ FRBM ആക്റ്റിൽ തന്നെ 5 വർഷം കൊണ്ട് റവന്യൂ കമ്മി നികത്തണം, ഇല്ലാതെയാക്കണം എന്നാണ് ഇൻസിസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇതുവരെ ഇന്ത്യ ഗവൺമെൻറ്റിനോ, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനോ സംസ്ഥാനങ്ങൾക്കോ റവന്യൂ കമ്മി ഇല്ലാതെയാക്കാൻ പറ്റിയിട്ടില്ല, ഒരു സംസ്ഥാനത്തിനും. അപ്പോൾ കേരളത്തിലും റവന്യൂ കമ്മി ഉണ്ടായിരുന്നു, പക്ഷേ അത് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവന്നിരുന്നു. രണ്ടാമത്തെ FRBM നിബന്ധന, നമ്മൾ ബജറ്റിനകത്ത് കടമെടുക്കുന്നത് GSDPയുടെ ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ, സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 3% കവിയാൻ പാടില്ല. കോവിഡ് പോലെയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയോടുകൂടി തന്നെ 0.5% അധികം കടം കൊള്ളാനുള്ള അവസരവും കൊടുത്തിരുന്നു. അപ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസരണം മാത്രം, അനുമതിയോടുകൂടി മാത്രം ചെയ്യാവുന്ന ഒന്നാണ് 3% കൂടുതൽ കടമെടുക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട കണ്ടീഷൻ സഞ്ചിത കടം, അതായത് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ട വർഷം മുതൽ ഏത് വർഷമാണോ ഈ കടം പരിശോധിക്കുന്നത് ആ വർഷം വരെ എടുക്കുന്ന കടം അക്യൂമുലേറ്റ് ചെയ്യുന്നത്, അത് GSDPയുടെ അഥവാ സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനത്തിൻ്റെ 29% കൂടാൻ പാടില്ല. ഈ 3 കണ്ടീഷൻസ്, ഇനിയും കണ്ടീഷൻസ് ഉണ്ട്. പക്ഷേ ഈ 3 കണ്ടീഷൻസാണ് FRBM ആക്ടിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ അന്തസത്ത എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ 3 ആക്ടിനും അനുസരിച്ച് തന്നെ സംസ്ഥാന ഗവൺമെൻറ് 2011-12, 15-16 വരെയുള്ള വർഷങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. സഞ്ചിത കടം 29%-മോ അതിൽ താഴെയോ ആക്കി നിർത്തിയിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് 3%, ധനക്കമ്മി 3%-ലും നിജപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട മാൻഡേറ്റ്സും FRBMലെ മാൻഡേറ്റ്സും 2011-12, 15-16 വരെയുള്ള കാലഘട്ടത്തിൽ UDF ഗവൺമെൻറ് പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ക്രൈസിസ് ക്രമം വിട്ടുയരുന്നു എന്ന് പറയാനുള്ള ഒരു ഭയവും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അത് മാത്രവുമല്ല, വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല, ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചില്ല എന്നൊക്കെ LDF വെറുതെ വായ്ത്താരി എടുക്കുന്നതാണ്. നമുക്കറിയാം 2015 ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. അതിനുണ്ടായിരുന്ന എല്ലാ ഹാൻഡിക്യാപ്സും അന്ന് LDF ഗവൺമെൻറ് പിൽക്കാലത്ത് മന്ത്രിമാരായവർ വരെ അണിനിരന്ന് ഇതൊരു അദാനിയെ പ്രോത്സാഹിപ്പിക്കലാണ്, അഴിമതിക്കുള്ള അരങ്ങ് തകർക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ സമരങ്ങളൊക്കെ നടത്തിയപ്പോൾ പോലും അതിനെയൊക്കെ അതിജീവിച്ച് അതിന് ശിലാസ്ഥാപനം നിർവഹിച്ച് 2019 ആകുമ്പോഴത്തേക്കും 1-ാം ഘട്ടം പൂർത്തിയാക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്തായിരുന്നു ബഹുമാനപ്പെട്ട ധനമന്ത്രി ഉമ്മൻചാണ്ടി അത് നടത്തിയത്. പക്ഷേ ഭാഗ്യദോഷം കൊണ്ട്, അല്ലെങ്കിൽ അതെ സംസ്ഥാനത്തിൻ്റെ ഭാഗ്യദോഷം കൊണ്ട് എന്ന് പറയട്ടെ, 2016-17 ഭരണം പിടിച്ചത് LDF ഗവൺമെൻറ് ആയിരുന്നു. പിന്നെ ഇങ്ങോട്ടുള്ള കഥ, ഇപ്പോൾ അവർ 35 സീറ്റിലേക്ക് ഒതുങ്ങി താഴെ ഇറങ്ങുന്നത് വരെയുള്ള കഥ നമുക്കറിയാവുന്നതാണ് എന്തൊക്കെ സംഭവിച്ചതെന്ന്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിന് ഊന്നൽ കൊടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിട്ടത്. അങ്ങനെ ഈ അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ബജറ്റ് പ്രതിസന്ധി ധനപ്രതിസന്ധി ഒന്നുമില്ലാതെ തന്നെ FRBM ആക്ടിനകത്ത് നിന്നുകൊണ്ട് തന്നെ വിഴിഞ്ഞം പ്രോജക്റ്റ് പോലെയുള്ള വലിയ പ്രോജക്റ്റുകൾക്ക് ആരംഭം കുറിക്കുന്നതിനും അതുപോലെയുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനും വേണ്ടതുപോലെ പണം വകയിരുത്തി മുന്നോട്ട് പോകുന്നതിനും UDF ഗവൺമെൻറ്റിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അഥവാ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മറ്റ് ചെലവുകൾ ചുരുക്കി ഇൻഫ്രാസ്ട്രക്ചർ ചെലവുകൾ നല്ലവണ്ണം വഹിച്ചിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകളുണ്ട്. ഇപ്പോൾ നിരത്താൻ സമയമില്ല. അപ്പോൾ അങ്ങനെ വന്ന ആ സമയത്താണ് പല രീതിയിലും പരിശ്രമിച്ച് നമുക്ക് ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് പോകേണ്ട LDF ഭരണത്തിൽ വരുന്നു 2016-17. അപ്പോൾ അടച്ചു പൂട്ടി വെച്ചിരുന്ന കിഫ്ബിയെ അവർ ഉയർത്തിയെടുത്തു. അങ്ങനെ കിഫ്ബിയെ ഉയർത്തിയെടുത്തു എന്ന് മാത്രമല്ല, 1999 കിഫ്ബി കൊണ്ടുവന്നപ്പോൾ CAGക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അന്നത്തെ അസംബ്ലി വഴി കൊണ്ടുവന്ന ആ ആക്റ്റിൽ കൊടുത്തിരുന്നു. പക്ഷേ 2016 ഭരണത്തിൽ വന്ന് കിഫ്ബിയെ പൊക്കിയെടുത്തപ്പോൾ ആ ആക്റ്റിൽ തന്നെ ഒരു വലിയ മാറ്റം വരുത്തി. അതായത് കിഫ്ബിയുടെ പൂർണ്ണമായ ഓഡിറ്റിംഗ് നടത്തേണ്ട കാര്യമില്ല. അപ്പോൾ അതിനെതിരെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല തന്നെ വളരെ ശക്തമായ രീതിയിൽ എതിർപ്പുമായി വന്നു. പക്ഷേ ആ എതിർപ്പിനെയൊക്കെ വകവയ്ക്കാതെ അവർക്ക് അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതുകൊണ്ട് ഈ അസംബ്ലി അമെൻമെൻറ്റ് ആക്ട് അസംബ്ലി വഴി പാസ്സാക്കി. അപ്പോൾ CAG തന്നെ പറഞ്ഞു, CAGയുടെ ഓഡിറ്റിംഗ് കംപ്ലീറ്റ്, അതായത് ഈ പണം വരുന്നതിൻ്റെ ആകെപ്പാടെയുള്ള, അതായത് ഇൻട്രൊഡക്ടറി ഭാഗം മാത്രം, പണം എന്തുമാത്രം വരുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമേ CAGയുടെ അറിയിപ്പിൽ വിട്ടുകൊടുക്കുന്നുള്ളൂ, ഓഡിറ്റിങ്ങിന് വിട്ടുകൊടുക്കുന്നുള്ളൂ. എങ്ങനെ അത് ചെലവഴിക്കുന്നു, അവിടെയാണല്ലോ അതിൻ്റെ കാതലിരിക്കുന്നത്. അവിടെ അഴിമതി നടക്കുന്നുണ്ടോ എന്തൊക്കെയുള്ള കാര്യങ്ങൾ, ആ ഭാഗം CAGയുടെ ഓഡിറ്റിങ്ങിന് ഇല്ലാത്ത രീതിയിലാണ് അമെൻമെൻറ്റ് നടത്തിയത്. അപ്പോൾ അതിനെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല വളരെ ശക്തമായ നിലപാടെങ്കിൽ പോലും അതിനെയൊക്കെ വകവയ്ക്കാതെ തന്നെ അവരുടെ കിഫ്ബി ആക്റ്റുമായി മുന്നോട്ട് പോവുകയായിരുന്നു ചെയ്തത്. അങ്ങനെ കിഫ്ബിയുടെ ആക്റ്റുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഈ ചോദ്യത്തിൽ താങ്കൾ ചോദിച്ചതുപോലെ തന്നെ ഒരു സെസ്, അതായത് ഇന്ധന സെസ് ഏർപ്പെടുത്തുന്നു. വളരെ ബുദ്ധിപൂർവമാണ് ശ്രീ തോമസ് ഐസക്ക് ഈ ഇന്ധന സെസ് കൊണ്ടുവരുന്നത്. കാരണം ഇന്ത്യയിലെ 1000 പേർക്ക് 18 വാഹനങ്ങളാണ് ഇന്ത്യയുടെ ശരാശരി വാഹന നിരക്ക്. 1000 പേർക്ക് 18 വാഹനം. അതേ സമയത്ത് കേരളത്തിൽ 1000 പേർക്ക് 466 വാഹനങ്ങൾ. അതാണ് ലഭ്യമായ കണക്ക്. അപ്പോൾ എത്ര കൂടുതൽ ആ ഇന്ധന സെസ് എന്ന് പറഞ്ഞാൽ ഈ വാങ്ങിക്കുന്ന വാഹനങ്ങളൊക്കെ ഇന്ധനം അടിച്ച് ഓടിക്കാനും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇന്ധന സെസ് കൊണ്ടുവരിക വാഹനങ്ങളുടെ മേലെ എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സോഴ്സ് ഓഫ് ഇൻകമായി കണ്ടുകൊണ്ടാണ് ഡോക്ടർ തോമസ് ഐസക്ക് അങ്ങനെ ഒരു സെസ് ഏർപ്പെടുത്തുന്നത്. അപ്പോൾ ആ സെസ് ബജറ്റിൽ ഏർപ്പെടുത്തിയ സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്. എന്ന് വെച്ചാൽ ഖജനാവിലേക്ക് പോകേണ്ട ഫണ്ടാണ് കിഫ്ബി അക്കൗണ്ടിലേക്ക് പോകുന്നത്. അത് ഒരു സോഴ്സ്. ഇനി രണ്ടാമത് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സോഴ്സാണ് മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ 50%. അത് ആദ്യം 50% ഇല്ലായിരുന്നു, ഘട്ടം ഘട്ടമായി 3-ാം വർഷം ആയപ്പോഴേക്കും 50%-ലേക്ക് ആക്കി.
ഈ 50% ഇത് രണ്ടും കൂടിയാണ് വലിയ 23,000 കോടിയുടെ ഈ 10 വർഷം കൊണ്ട് 23,000 കോടിയുടെ ലോസാണ് ഖജനാവിനുണ്ടായത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 23,000 കോടിയുടെ ലോസാണ് ഖജനാവിനുണ്ടാകുന്നത് എന്ന് താങ്കൾ ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അവിടെയും എനിക്ക് ചില കൂട്ടിച്ചേർക്കലുകൾ ചേർക്കാനുണ്ട്. അതായത് നമുക്കറിയാം, ഞാൻ ആ നടന്മാരുടെ ഒന്നും പേര് പറയുന്നില്ല, വലിയ ഇപ്പോൾ കേന്ദ്രത്തിലും കേന്ദ്ര ഗവൺമെൻറ്റിലും ഒക്കെ കൈ ചെയ്തിട്ടുള്ള ചില നടന്മാർ, അതുപോലെ പലരും സിനിമാ നടന്മാരടക്കമുള്ളവർ പോണ്ടിച്ചേരിയിലും മാഹിയിലും ഒക്കെ പോയി വണ്ടി മേടിച്ച് രജിസ്റ്റർ ചെയ്യും. എന്തിനാണ്? അവർക്ക് കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ടാക്സ് വെട്ടിക്കാനായിട്ട്. ഇവിടത്തേക്കാൾ താഴ്ന്ന രജിസ്ട്രേഷൻ ഫീസാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ളിടത്തേക്ക് കൊണ്ടുപോയി, അത് മാഹിയാകാം, പോണ്ടിച്ചേരിയാകാം, അതും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളാകാം, എവിടെയാണ് ലോവർ ടാക്സ് ഉള്ളത് അങ്ങനെയുള്ളിടത്തേക്ക് കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്ത് വരുന്ന ധാരാളം വാഹനങ്ങൾ, വലിയ വില കൂടിയ വാഹനങ്ങൾ എന്ന് വെച്ചാൽ കൂടുതൽ നികുതിയുള്ള വാഹനങ്ങൾ, അതൊക്കെ കേരളത്തിലൂടെ നിർബാധം ഓടുന്നുണ്ട് നിരന്തരം. അതായത് നിരവധി വാഹനങ്ങൾ അങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി നികുതി അടച്ച് രജിസ്റ്റർ ചെയ്ത് വാങ്ങുന്ന വാഹനങ്ങൾ അപ്പോഴൊക്കെ നമ്മുടെ ഇവിടുത്തെ നികുതി വരുമാനം ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സും അതുപോലെ തന്നെ ഇന്ധന സെസ്സും എല്ലാം ഈ വെട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഈ മോട്ടോർ വെഹിക്കിൾ ടാക്സാണ് പ്രധാനമായിട്ടും വെട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ വെട്ടിക്കുന്നതൊക്കെ കണ്ടെത്തി പിടിക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ അപ്പോൾ അങ്ങനെ പറ്റുകയാണെങ്കിൽ 23,000 കോടി എന്ന് പറയുന്നത് ഒരു പക്ഷേ 30,000 കോടിയോ മറ്റോ വരുമാകും. അങ്ങനെ നികുതി ചോർച്ചയ്ക്ക് കാരണമായ കിഫ്ബി. അപ്പോൾ ഇങ്ങനെ ഈ 2 പ്രധാനപ്പെട്ട സോഴ്സ് കിഫ്ബിയിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സർക്കാർ, അതായത് LDF സർക്കാർ സാധാരണ ജനങ്ങളോട് പറഞ്ഞിരുന്നത് കിഫ്ബി ബജറ്റിന് പുറത്തുള്ള വെഹിക്കിളാണ് എന്ന്. ഏത് മണ്ടന്മാരെ അങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുക? ഈ 2 നികുതി, ഖജനാവിലേക്ക് പോകേണ്ട നികുതി കിഫ്ബിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ കിഫ്ബിയും ഖജനാവും തമ്മിൽ, കിഫ്ബിയും ബജറ്റും തമ്മിൽ പൊക്കിൾ കൊടി ബന്ധം ഉണ്ടാവുകയല്ലേ ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയിട്ടും നമ്മളെ വിഡ്ഢികളാക്കിക്കൊണ്ട് അല്ല ഇത് ബജറ്റിന് പുറത്താണ് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലോ ഒന്നും ഈ ആർഗ്യുമെൻറ്റ്സ് അംഗീകരിച്ചില്ല. അവർ പറഞ്ഞു ഇത് ബജറ്റിനകത്ത് തന്നെയെന്ന്. അവർ മാത്രമല്ല, നമ്മളെപ്പോലെ കോമൺ സെൻസ് ഉള്ള കേരളീയർ കോമൺ സെൻസ് ഉള്ളവരാണ്, അവർക്കൊക്കെ മനസ്സിലാകും ഇത് ബജറ്റിനകത്ത് തന്നെ വരേണ്ടതാണ്. അപ്പോൾ ബജറ്റിനകത്ത് തന്നെ വരേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ഇതുവഴി എടുക്കുന്ന കടവും കൂടി ഈ ബജറ്റിനകത്ത് എടുക്കാവുന്ന 3% ബജറ്റ് കടത്തിനകത്ത് വരണം. എന്തിനാണ് ഇവർ ഈ കിഫ്ബി കൊണ്ടുവന്നത്? കിഫ്ബി കൊണ്ടുവന്നത് തന്നെ ബജറ്റിന് പുറത്ത് കടമെടുക്കുക, എന്നിട്ട് കുറേ പ്രോജക്ട്സ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അതായത് എന്നിട്ട് ഓഡിറ്റും ഇല്ല. ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, സമ്പൂർണ്ണ ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ട് എന്താണ്, ഈ ഫണ്ട് ഇവർക്ക് ഇഷ്ടമുള്ളതുപോലെ ചെലവഴിക്കാം. അതുകൊണ്ടാണല്ലോ ഊരാളുങ്കൽ സൊസൈറ്റിയെ മാത്രം വെച്ചാണ് ഈ ഫണ്ടുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട്, അതായത് എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും നടത്തിക്കൊണ്ടിരുന്നത്. അതുപോലെ എവിടെയൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഒരുപോലെ പരമപ്രധാനപ്പെട്ടതല്ല. പരമപ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന് ഫോക്കസ് കൊടുത്തുകൊണ്ട്, അതായത് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അങ്ങനെ വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. അത് ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ലാത്തത് കാരണം കൊണ്ടും, ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല, അതിൽ നിന്ന് തന്നെ ഒരുപാട് പണം അവിഹിതമായി മാറ്റപ്പെട്ടിട്ടെന്ന് വെച്ചാൽ ദൂർത്തായിട്ട്, അതായത് കൈമടങ്ങ് കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമടങ്ങ് കൊടുക്കുക, ഇതിനെ മേൽനോട്ടം വഹിക്കേണ്ടവർക്ക് കൈമടങ്ങ് കൊടുക്കുക, അങ്ങനെ എവിടെയൊക്കെ കൈമടങ്ങ്. നമ്മളിപ്പോൾ CMRL കേസ് കേൾക്കുന്നില്ലേ? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു 3 വീഡിയോ ചെയ്യാനുണ്ട്. കാരണം ഈ CMRL കരിമണൽ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് റോയൽറ്റി കിട്ടേണ്ട ഒരു മിനറലാണ്, സംസ്ഥാന ഗവൺമെൻറ്റിന് റോയൽറ്റി കിട്ടേണ്ട മിനറൽ അല്ല. അങ്ങനെ കേന്ദ്രത്തിന് റോയൽറ്റി കിട്ടേണ്ട മിനറലിനെ ഇവിടെ നിന്ന് വാരിയെടുക്കുന്നതിന് രാഷ്ട്രീയക്കാർക്ക് കൊടുത്ത കൈമടങ്ങാണ് CMRL കേസിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥകൾ. പോട്ടെ, അത് വേറൊരു ദിവസം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അങ്ങനെ ഈ കിഫ്ബി വഴിയായിട്ട് കടമെടുക്കുന്നത് വലിയ അപകടമാണെന്ന് CAG ആരംഭത്തിലെ ചൂണ്ടിക്കാട്ടി. എന്താ CAG പറഞ്ഞത്? ഇതിൻ്റെ പലിശ കൊടുക്കാൻ ഭാവി തലമുറ ബുദ്ധിമുട്ടേണ്ടി വരും. അപ്പോൾ 1,10,10,000 കോടി കിഫ്ബി വഴി കടമെടുത്തു എന്നാണ്
സഖാവ് പിണറായി വിജയൻ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പദം ഒഴിയുന്നതിന് മുൻപേ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് മുഴുവനും ചെലവഴിച്ചിട്ടില്ല. ചെലവഴിച്ചത് 50,000 കോടിയിൽ താഴെയേ ഉള്ളൂ. അപ്പോൾ ബാക്കി പണം അവർ ബാങ്കിൽ തന്നെ എവിടെയൊക്കെയോ നിക്ഷേപിച്ചിട്ടുണ്ട്. പക്ഷേ കടം എടുത്തത് ഏത് ഭാഗത്തു നിന്നാണോ അവർക്ക് കൊടുക്കേണ്ട തിരിച്ചടവ്, അതിൻ്റെ പലിശ, മുതൽ ഇതെല്ലാം കൊടുത്തുകൊണ്ടേ ഇരിക്കണം. എടുത്ത് ബാങ്കിലിട്ടിരിക്കുക. പ്രോജക്റ്റിന് എന്ന് വരും, എപ്പോൾ വരും എന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള, അതായത് നമുക്ക് ആവശ്യമുള്ള ഇൻഫ്രാസ്ട്രക്ചറിന് ആവശ്യമുള്ള പണം അപ്പോൾ കടമെടുക്കുക. അപ്പോൾ അതിനുശേഷം മാത്രം അതിൻ്റെ പലിശയും പ്രിൻസിപ്പൽ സമം കൊടുക്കേണ്ടതിനെ പറ്റി ആകുലപ്പെടേണ്ടു. ഇത് വളരെ നേരത്തെ കൂട്ടി കടമെടുത്തിട്ടിരിക്കുകയാണ്. അതായത് ഈ ബോണ്ടിലേക്ക്, കിഫ്ബി ബോണ്ടുകളിലേക്ക് വരുന്ന ഫണ്ട് അപ്പോൾ സ്വരൂപിക്കുന്നു, അപ്പോൾ ബാങ്കിലേക്ക് മാറ്റുന്നു, എന്നിട്ട് ആവശ്യം അനുസരിച്ച് എടുക്കുന്നു. അതാണ് അതിൻ്റെ പ്രക്രിയ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരുപാട് പണം കടം കൊണ്ടത്, അതായത് നമ്മൾ അത് ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മുതലേ അതിൻ്റെ പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു അക്യൂമുലേറ്റഡ് ഡെറ്റ്, അതാണ് കിഫ്ബി കൊണ്ടുവരുന്നത്, കിഫ്ബി വരുത്തി വയ്ക്കുന്നത്. അതേസമയത്ത് അങ്ങനെ കിഫ്ബി വരുത്തി വയ്ക്കുന്ന ആ കടത്തിൻ്റെ ഭീതിയിലാകും ഭാവി തലമുറ പോലും എന്ന് CAG ചൂണ്ടിക്കാട്ടിയതാണ്. അതുപോലെ CAG പറഞ്ഞു, ഇത് കിഫ്ബി അടച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെൻറ്റിനാണ് ഒന്നാമത്തെ ഉത്തരവാദിത്തം. അതുകൊണ്ട് ആണല്ലോ സോവറിൻ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് ആ കിഫ്ബിയുടെ ബോണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. സർക്കാർ ഫെയിലായാൽ, സർക്കാർ കടക്കണിയിലോ കൊടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ ഈ ഗ്യാരണ്ടിയുടെ ഉത്തരവാദിത്വം ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രത്തിനാണ്. അപ്പോൾ കേന്ദ്രം ബെയിൽ ഔട്ട് ചെയ്യണം, അഥവാ കേന്ദ്രം ഈ കടമെല്ലാം കൊടുത്തു തീർക്കണം, പലിശയും മുതലും ഒക്കെ. ഈ 2 അപകടങ്ങൾ. പക്ഷേ ഈ ഡബിൾ ഗ്യാരണ്ടി ഉള്ളത് കൊണ്ടാണ് മടിയില്ലാതെ ഈ ഇൻവെസ്റ്റേഴ്സ് ഈ കിഫ്ബി ബോണ്ടുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ അപകടങ്ങളൊക്കെ നേരത്തെ തന്നെ CAG മറ്റ് വേണ്ടപ്പെട്ടവരും, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും റിസർവ് ബാങ്കും ഒക്കെ ചൂണ്ടിക്കാണിച്ചതാണ്. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് കിഫ്ബിയുമായി മുന്നോട്ട് പോയത്. അങ്ങനെ കിഫ്ബി കടമെടുത്ത് എങ്ങനെയാണ് കിഫ്ബി ശരിക്കും പറഞ്ഞാൽ ഒരു ബദൽ ഗവൺമെൻറ് പോലെ പ്രവർത്തിക്കുകയായിരുന്നു. നമ്മുടെ വകുപ്പുകളൊക്കെ നല്ല കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥർ നിറഞ്ഞ വകുപ്പുകളാണ് കേരള ഗവൺമെൻറ് വകുപ്പുകൾ എന്ന് പറയുന്നത്. കാരണം ഈ PSC വഴി കടന്നു വന്ന മിടുക്കർ, PSCയിലേക്ക് അപ്ലൈ ചെയ്യുന്ന നിരവധി 25 ലക്ഷത്തിലധികം, 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയ്ക്ക് അപേക്ഷകർ PSCയിൽ ഇപ്പോഴും കെട്ടിക്കിടപ്പുണ്ട്. അങ്ങനെ 25-30 ലക്ഷം പേർ അപ്ലൈ ചെയ്യുന്നവരിൽ നിന്നാണ് ചുരുക്കപ്പട്ടിക വരുമ്പോഴത്തേനും വെരി ഫ്യൂ, വളരെ കുറച്ച് പേരാണ് PSCയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി ഓരോ തസ്തികയിലേക്കും എത്തുന്നത്. എന്ന് വെച്ചാൽ ബെസ്റ്റായിരിക്കും ഈ അങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി വരുന്നവർ. ആ വരുന്നവരുടെ കഴിവുകളെയൊക്കെ അവഗണിച്ച് അവരെയൊക്കെ വെറും ഈയംപാറ്റകളെ പോലെ തള്ളിക്കളഞ്ഞിട്ടാണ് കിഫ്ബി ആ ഫണ്ട്, ഈ ഇൻഫ്രാസ്ട്രക്ചർ, ഉദാഹരണത്തിന് നമുക്കറിയാം കിഫ്ബി ഇൻഫ്രാസ്ട്രക്ചർ വികസനമാണെങ്കിൽ PWD ആയിരിക്കും, പൊതുമരാമത്ത് വകുപ്പിനെ ആയിരിക്കും അത് ഏറ്റവും കൂടുതൽ ചുരുക്കിക്കളയുന്നത്. PWD വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ചെയ്യേണ്ട, അതെ PWD വകുപ്പ് ചെയ്യേണ്ട പ്രവൃത്തികൾ അധികവുമാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ ഓരോ വകുപ്പിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതാത് വകുപ്പുകളിലുള്ള മിടുമിടുക്കരെ അപ്പോയിൻ്റ് ചെയ്തിട്ട് അവരെയൊക്കെ നോക്കുകുത്തികളാക്കിക്കൊണ്ടാണ് ഈ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് തോന്നുംപടി കാര്യങ്ങൾ ചെയ്യിക്കുന്ന കിഫ്ബിയുടെ അതുകൊണ്ടാണ് നമുക്ക് പറയേണ്ടി വരുന്നത് ഒരു ബദൽ ഗവൺമെൻറ് പോലെ കിഫ്ബി പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ കിഫ്ബിയെ പറ്റി ഇപ്പോൾ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന തീരുമാനം വളരെ സ്വാഗതാർഹമാണ്. വൈറ്റ് പേപ്പറിൽ പറഞ്ഞതും അതുപോലെ തന്നെ അതിനനുസരിച്ച് ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നതും വളരെ അത്യാവശ്യമാണ്. കിഫ്ബിയുടെ കെണിയിൽ നിന്ന് കേരളത്തെ ഇപ്പോഴെങ്കിലും രക്ഷിക്കണമെന്ന് ഗവൺമെൻറ്റിന് തോന്നുന്നുവെങ്കിൽ അതിന് നമ്മൾ സ്തുതി പാടേണ്ടിയിരിക്കുന്നു. അതായത് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ, ഈ മുഖ്യമന്ത്രി VD സതീശനെ ചേർത്ത് പിടിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം വരാനിരിക്കുന്ന വലിയ ഒരു കടക്കണി എന്ന അപകടത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുകയാണ്. അതാണ് അദ്ദേഹം ഈ കിഫ്ബി ബദലിനെ വേണ്ടാന്ന് തട്ടിമാറ്റിക്കൊണ്ട് അതിലൊക്കെ റീസ്ട്രക്ചറിങ്,
നടത്താനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബജറ്റ് വരുമ്പോഴേക്കും ആ ബജറ്റിൽ തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ കരുതലുകളും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഏതായാലും വളരെയധികം നന്ദി മാഡം.